ബാക്ക് ടു മൈ അനദർ വീഡിയോ. അന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീപ്പിൾ പ്ലീസിങ്ങിനെ കുറിച്ചിട്ട് ഒരു ടോപ്പിക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നാണ് എനിക്കൊന്ന് കറക്റ്റായിട്ട് ഒരു ദിവസം കറക്റ്റായിട്ട് കിട്ടിയത് ഈ വീഡിയോ ചെയ്യാനായിട്ട്. സോ അതിനു മുമ്പ് ഒരു കോട്ട് പറയാട്ടോ, ഞാൻ എഴുതി വെച്ച് തന്നെ പറയാട്ടോ. യു ഡോണ്ട് ഹാവ് ടു ലൂസ് യുവർ സെൽഫ് ടു ബി ലവ്. ദ റൈറ്റ് പീപ്പിൾ വിൽ റെസ്പെക്ട് യുവർ ബൗണ്ടറീസ്. അല്ലെ, നമ്മുടെ ബൗണ്ടറീസിനെ ശരിയായ ആളുകൾ തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യും എന്നാണ് ഈ ഒരു കോട്ടിൽ പറയുന്നത്. ഇതിൽ പറയുന്ന ഒരു കാര്യം പീപ്പിൾ പ്ലീസിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൾവേസ് ട്രൈങ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി, അതിനെയാണ് നമ്മൾ ആക്ച്വലി പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുക. അതായത് ഏതെങ്കിലും ഒരു ഫ്രണ്ടോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ ലൈഫിൽ നടക്കുന്നുണ്ടോ, അതായത് അതിനെയാണ് പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുക. നമ്മുടെ ആഗ്രഹങ്ങളെ അവിടെ ഇഗ്നോർ ചെയ്യണം. നമ്മുടെ നീഡ്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തിയിലേക്ക് മാത്രം കൂടുതൽ ഫോക്കസ് കൊടുക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ഫോക്കസ് കൊടുക്കുന്നു എന്ന് വെച്ചാൽ, ഇനി ആ വ്യക്തിയെ നമ്മൾ ഹാപ്പി ആക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നത് പോലെ നിന്നില്ലെങ്കിൽ, വ്യക്തി നമ്മളെ റിജക്റ്റ് ചെയ്ത് പോയാലോ. ഇപ്പോൾ നമ്മൾ നോർമലി ഇത് സ്കൂൾ കാലഘട്ടം മുതലൊന്ന് നോക്കിയാൽ, കുട്ടികളുടെ ഇടയിലൊന്ന് നോക്കൂ. ചില കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ പഠിപ്പിക്കാൻ പോയത് കൊണ്ടൊരു എക്സ്പീരിയൻസ് കൊണ്ട് പറയണം. ചില കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അതായത് ഈ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഈ കുട്ടിയുടെ കൂടെ പ്ലീസ് ചെയ്ത് നിന്നില്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന കുട്ടി എന്നെ റിജക്റ്റ് ചെയ്ത് പോയാലോ, അങ്ങനെ ഒരു തോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ് ആണ് കേട്ടോ, മൈൻഡിലോട്ട് വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് ചെയ്യുന്നത്. അതായത് ഇതിൽ വരുന്ന മെയിൻ സയൻസ്, അതായത് ഇപ്പോൾ ഒരാൾ പറയാണ് നീ ഇങ്ങനത്തെ, അവർക്ക് ഇപ്പം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ വന്നിട്ട് നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓപ്പണായിട്ട് ഒരു കാര്യം പറയാവുന്നതേ ഉള്ളൂ. ഐ ഷുഡ് സേ നോ. അതായത് നോ പറയേണ്ടടുത്ത് ഞാൻ നോ തന്നെ പറഞ്ഞേ പറ്റൂ. പക്ഷെ ഇവിടെ ഇത് പറയാൻ സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഓവറായിട്ട് ഇവരോട് അപ്പോളജൈസ് ചെയ്യാൻ പോകും. അതായത് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഈ പീപ്പിൾ പ്ലീസിങ്ങിൽ വരുന്നുണ്ടാവുക. പിന്നെ ഹെൽപ്പ് ചെയ്ത് അതായത് മാക്സിമം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിന് ആ വ്യക്തിയിൽ നിന്നൊരു പ്ലീസിങ് കിട്ടി അതിനിങ്ങനെ ഡ്രെയിൻഡ് ആവുകയാണ്. അതായത് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആവുകയാണ്. യു വെറി ടു മച്ച് വാട്ട് അതേഴ്സ് തിങ്ക്. അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് ജീവിക്കുകയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ചിന്തിക്കുകയാണ്, അയാൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തു, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ അയാളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആക്ച്വലി അയാൾക്ക് ആ ഒരു ലൈഫ് കൊണ്ട് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പീപ്പിൾ പ്ലീസിങ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. കുറച്ച് റീസൺസ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ പീപ്പിൾ പ്ലീസിങ് ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തികളെ നഷ്ടപ്പെട്ടാലോ, നമ്മൾ ഒറ്റപ്പെട്ടു പോയാലോ, ആ ലോൺലിനെസ് ആയിരിക്കാം മേ ബി ആ ഒരു ഇഷ്യൂസ് വരുന്നുണ്ടാവുക. എപ്പോഴും വാലിഡേഷൻ സീക്കിങ് കൂടുതലായിരിക്കും. അതായത് ഇങ്ങനെ അവരുടെ അപ്രൂവൽ വേണം, അപ്രൂവൽ ഇല്ലാണ്ട് നമുക്കത് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരും. പിന്നെ സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് അങ്ങ് ലോ ആയി കിട്ടും. നമ്മൾ എപ്പോഴും വേറൊരാളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഹാപ്പിനെസ്സിൻ്റെ നമ്മുടെ ഒരു കാര്യമുണ്ട്. ഇത് സെൽഫിഷ്നെസ് അല്ല, ഇത് ഒരു സെൽഫ് കോൺഫിഡൻസോ സെൽഫ് ലവിലോ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇത് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ ചൈൽഡ്ഹുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ ഗുഡ് ഗേൾസ് സിൻഡ്രത്തിലും ഗുഡ് ബോയ്സ് സിൻഡ്രത്തിലൊക്കെ വളർത്തുകയാണെന്ന് വിചാരിച്ചു നോക്കിക്കോ. നല്ല കുട്ടി, അതായത് സമൂഹത്തിന് മുന്നിൽ അത് നല്ല കുട്ടിയായിരിക്കണം, ഒരു ഡീസൻ്റ് ആയ കുട്ടിയായിരിക്കണം. എല്ലാവരും അതിനെ ഗുഡ് ഗേൾ ആണ് അല്ലെങ്കിൽ ഗുഡ് ബോയ് ആണ്. നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ വരെ പഠിപ്പിച്ചെടുക്കുമ്പോൾ ഗുഡ് ബോയ് ആണ്. കുറെ കഴിഞ്ഞ് വലുതാവുമ്പോൾ അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, പ്രായത്തിന്റെ ആ ഒരു തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ ഇത് ചെയ്യാൻ പാടില്ല, സൊസൈറ്റി ഇങ്ങനെ ചിന്തിക്കുന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് മോൾഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് മേ ബി ഇതൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പീപ്പിൾ പ്ലീസിങ്ങിലോട്ട് വരുന്നുണ്ടാവുക. ഇനി ഇത് കോസ് ചെയ്യുന്ന നല്ല നല്ല പ്രോബ്ലംസ് ഉണ്ട്. അതിലൊന്നാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സെൽഫ് ഐഡന്റിറ്റി, സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി അവിടെ ഉണ്ടാവില്ല, അത് അങ്ങ് ലോസ്റ്റ് ആവുന്നു. വൺ സൈഡഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലോട്ട് അങ്ങ് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ഫീലിംഗ് അൺഅപ്രീഷിയേറ്റഡ്, എപ്പോഴും ബാക്കിയുള്ളവരിൽ നിന്ന് ഒന്നും എന്നെ മറ്റൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ തോന്നുമ്പോൾ ഇപ്പം എനിക്ക് വിഷമം തോന്നുകയാണെങ്കിൽ എപ്പോഴും ആ തോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഇതിന് പകരം ചെയ്യാൻ പറ്റുന്നത് എനിക്കെന്താ, എനിക്ക് ഞാൻ ചെയ്തൊരു പ്രവൃത്തി അത് നല്ലതാണെന്ന് സ്വയം തോന്നിയ സ്വയം അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യുക. യെസ്, ഞാൻ ചെയ്തത് നല്ലൊരു കാര്യമാണ്, സ്വയം അത് അപ്രീഷിയേറ്റ് ചെയ്യുക. അത് നമ്മുടെ ഒരു സെൽഫ് ലവിന്റെ ഭാഗമാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ ടാക്കിൾ ചെയ്യാം, അതായത് എങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം കേട്ടോ. അതിലൊന്നാണ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ നോ. അതായത് ചെറിയ
നോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായത് തുടക്കത്തിലൊരു ബുദ്ധിമുട്ട് വരും, പക്ഷെ എന്നാലും പറ്റാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, അതങ്ങ് ഓപ്പണായി അങ്ങ് പറയുക. ഓവർ എക്സ്പ്ലനേഷൻ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ടേക്ക് ടൈം ബിഫോർ സേയിങ് യെസ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഒരു കാര്യം ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞു, അതൊന്ന് ചിന്തിച്ചതിന് ശേഷം അതിന് യെസ് പറയുക. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. സെൽഫ് റെസ്പെക്റ്റ് അങ്ങ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ അഭിപ്രായങ്ങളായിട്ട് അതേ കമൻറ്റ് ബോക്സ് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതിലോട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. താങ്ക്